മെക്കാനിക് ടോക്ക് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ബീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ബീറ്റാണ്. ഇതിന്റെ പ്രശ്നം അമിത പുക, ഡീകംപ്രഷൻ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളായിട്ട് തന്നെ വീണ്ടും വന്നിരിക്കുന്നത്. അവർ നമ്മൾ ചാനൽ കണ്ടിട്ട് വണ്ടി കൊണ്ടുവന്നാണ് ഇവിടെ. അപ്പോൾ നമ്മളത് അതിന്റെ പി സി ഫിൽറ്റർ ഫാൻ ഇതൊക്കെ അഡീഷണൽ കൊടുത്തു. കാരണം ഇതിന് ഫാൻ ഒന്നും വർക്ക് ചെയ്യില്ല. ഈ ബീറ്റിന് പൊതുവെയുള്ള ഞാൻ 2-3 ചാനലിൽ പറഞ്ഞിട്ടുണ്ടാണ്. ഇതിന്റെ ഈ ഓട്ടോമാറ്റിക് ഫാൻ ഉണ്ടല്ലോ, നോർമൽ കണ്ടീഷനിൽ വർക്ക് ചെയ്ത് AC കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എഞ്ചിന്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് അഡീഷണൽ ഒരു ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ടാറ്റയുടെ ഫാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, വലിയൊരു ഫാനാണ് വെച്ചിരിക്കുന്നത്. കൂളിങ് അത് ടെമ്പറേച്ചർ ഒരു 85 ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓൺ ആവും. പിന്നെ അത് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ആവും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ ഡീകംപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്വിഫ്റ്റ് ഡിസയറിന്റെ ഒരു PC ഫിൽറ്ററാണ്, അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയും. ഇതാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ PC ഫിൽറ്ററാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അന്തകത്ത്. ഇപ്പോൾ 2-3 വീഡിയോസിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇതേപോലെ ഇത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. പിന്നെ ഓയിൽ കൺസപ്ഷൻ അധികമാണ്. ഓയിൽ കൺസപ്ഷൻ വരാൻ കാരണം PC ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോൾ റിങ്സിൻ്റെ ഇടയിൽ കൂടെ ഓയിൽ കയറി കത്താണ്. അപ്പോൾ ബ്ലൂ സ്മോക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ PC ഫിൽറ്റർ എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിന് ആൾട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഈ സർക്യൂട്ട് കറക്റ്റായി കൊടുത്തു എന്ന് മാത്രം. അതായത് ഇതിൻ്റെ ഡീകംപ്രഷൻ്റെ എയർ കറക്റ്റായിട്ട് ഓയിലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ടർബോ ഇന്റർകൂളറിലൂടെ കയറിയിട്ട് മെയിൻഫോൾഡ് പോയി കത്തുന്നു. അത്ര തന്നെ ഉള്ളൂ. വേറെ അതിൽ ആൾട്രേഷനോ കാര്യങ്ങളോ എഞ്ചിൻ പിക്കപ്പ് കൂട്ടുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ആ പ്രോസസ്സ് നടക്കാത്തതുകൊണ്ട് നമ്മളതിനെ സർക്യൂട്ട് തന്നെ സ്വിഫ്റ്റ് ഡിസയറിന്റെ ആ സർക്യൂട്ടിലൂടെ തന്നെ കയറ്റി കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എഞ്ചിൻ അങ്ങോട്ട് ഫ്രീ ആയി. അപ്പോൾ ഈ ഓയിൽ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ നോർമൽ ഒരു വെഹിക്കിൾ ഉണ്ട്. ഇതിൻ്റെ ഈ PC ഫിൽറ്റർ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ PC ഫിൽറ്ററാണ് ഭയങ്കര പ്രശ്നക്കാരൻ. ഇതിൻ്റെ ഉള്ളിൽ ഒരു PC ഫിൽറ്റർ വരുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോസിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും നമ്മൾ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ സർവീസ് ലൈറ്റൊക്കെ കത്തി നിൽക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുത്തിട്ട് ശരിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ ആദ്യ സർവീസിൽ ഇതുണ്ട്, എല്ലാ ലൈറ്റുകളും വന്നു. അതിൻ്റെ എല്ലാം പോയ ശേഷം ആ സർക്യൂട്ട് അപ്പോഴാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇഗ്നിഷൻ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. പിന്നെ സർവീസ് ലൈറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പിന്നെ നോർമൽ വന്ന പാർക്കിംഗ്, ഹാൻഡ് ബ്രേക്ക്, പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ഒരു ഡോർ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പറഞ്ഞു മാത്രം. പിന്നെ ആ ഒരു ഗാംഭീര്യത്തോടുള്ള ഒരു ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു ഗാംഭീര്യത്തോടു കൂടിയുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സൗണ്ടിന് ഒരു ഫീലിംഗ് ആണ്. സ്മോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിൽ നിന്ന് പിടിച്ച സ്മോക്ക് സ്മോക്കൊന്നുമില്ല. ഞാൻ ആയിരുന്നില്ല അത് വണ്ടി വരുമ്പോൾ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ നോസിലെല്ലാം പക്ക ആയതുകൊണ്ട് ഇതിൻ്റെ ഒന്നുമില്ല. വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. വളരെ സൈലന്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. പിന്നെ ഇതിനെ ബമ്പറൊക്കെ ഫിറ്റ് ചെയ്ത ശേഷമുള്ള ഒരു ബാക്കി വാങ്ങുന്നത് ഇതിൻ്റെ കൂടെ കാണിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഡീകംപ്രഷൻ നോക്കിയാൽ ഡീകംപ്രഷൻ എന്ന സാധനം ഇല്ല. ഡീകംപ്രഷൻ എല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നല്ല പെർഫോമൻസും നല്ല മൈലേജും ഈ വണ്ടിക്ക് ഇനി കിട്ടുന്നതാണ്. ഈ PC ഓയിൽ സെപ്പറേറ്ററിന്റെ ഫംഗ്ഷൻ കറക്റ്റായി കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഈ പ്രശ്നം കൂടെ പോയി കിട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിന്റെ മറ്റ് ബമ്പറുകളും മറ്റും പിടിപ്പിച്ച ശേഷമുള്ള വീഡിയോ കാണാം. നമ്മൾ ഇന്നത്തെ 2 ദിവസം വർക്കിൽ നമുക്ക് ഉണ്ടായിരുന്നത്, ഒന്ന് ഇതിന്റെ ക്ലച്ച് ഡിസോർഡർ ആയിരുന്നു. ക്ലച്ച് വർക്ക് ചെയ്തിരുന്നില്ല, ലീക്കായിരുന്നു. അപ്പോൾ ലീക്കാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് ഓയിൽ അതിൽ ഭയങ്കര കാർബൺ ആയിരുന്നു. ഈ കാർബൺ വന്ന് നോക്കുമ്പോഴാണ് ഇത് തുരുമ്പ് പിടിച്ചിട്ടാണ് ക്ലച്ചിന്റെ റിലീസ് വരുന്നത്. സ്ലാബ് സിലിണ്ടർ എന്ന് പറഞ്ഞ സാധനം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി. അപ്പോൾ അത് മാറ്റുമ്പോൾ നമുക്ക് അസംബ്ലി ആയിട്ട് മാറ്റേണ്ട ഒരു സംഭവം ഉണ്ട്. ഇതാണ് ഇത് ഈ കിടക്കണം. ഇതാണ് ക്ലച്ച് അസംബ്ലി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ക്ലച്ച് ഡിസ്കും എൻ്റെ പ്രഷർ പ്ലേറ്റും. പിന്നെ ഇത് സ്ലാബ് സിലിണ്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നത് FT എന്നൊരു കമ്പനിയുടെ ഏകദേശം ഒരു 5,600 രൂപയോളം ഇതിന് വില ഉണ്ട് കേട്ടോ. MRP 5,600 വില ഉണ്ട്. വലിയ മാർജിനൊന്നും ഇതിനകത്ത് നിന്ന് കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിനും ഏകദേശം ഒരു 5 രൂപയുടെ അടുത്ത് ഇതിനും വില വരുന്നുണ്ട്. പിന്നെ ഗിയർ ബോക്സ് ഫൗണ്ടേഷൻ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റി ഒരു 1,700 രൂപ ചില വരുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. പഴയ രൂപ കിടക്കുന്നുണ്ട്, മാറ്റിയിട്ടാണ്. അപ്പോൾ ആ വർക്ക് ചെയ്തു. പിന്നെ അതിനോടനുബന്ധിച്ച് PC ഫിൽറ്റർ ഫാനിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഫാന് പിന്നെ അഡീഷണൽ ഫാൻ കൊടുത്തിട്ടുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ള്
ബ്രേക്ക് ഓയിൽ 4 വീലിലും ബ്ലീഡ് ചെയ്ത് ഒഴിവാക്കി പുതിയത് നിറച്ചിട്ടുണ്ട്. ബാറ്ററി ഗ്രാവിറ്റി നോക്കിയിട്ട് ഹൈഡ്രോമീറ്റർ വെച്ചിട്ട് ഗ്രാവിറ്റി നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലിരിക്കുന്ന പിന്നെ കൂളൻ്റ് അതും മാറ്റിയിട്ടുണ്ട്. റെഡ് കളറാണ് പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി സംഭവം പെർഫെക്റ്റായ ഒരു 5 വർഷം പുള്ളിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓടണം എന്നുള്ള ഒരു ഗ്യാരണ്ടി പുള്ളിക്ക് വയ്ക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു കാറ്റഗറിക്ക് ഓയിൽ ഒരു 10,000 അല്ലെങ്കിൽ 7,500 മുതൽ ഒരു 9,500 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് നോർമൽ ഡ്രൈവിംഗിൽ നമുക്ക് ഓയിൽ ചേഞ്ച് ഫിൽറ്റർ മാറ്റിയാൽ മതി. ഒരു 20,000 ഡീസൽ ഫിൽറ്റർ. ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാ സർവീസുകളും കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ മീറ്ററിൽ ലൈറ്റ് കത്തിയിരിക്കണമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇഗ്നേഷൻ കൊടുത്തു, എല്ലാം വന്നു, അതേപോലെ തന്നെ എല്ലാം പോയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ടായിരുന്നു. ആ ഗാംഭീര്യത്തോടു കൂടി തന്നെ സ്റ്റാർട്ടായിരുന്നു. ബാക്കിൽ പുക കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പുകയും കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തുള്ള ഒരു അവസ്ഥയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 വർഷത്തെ ഒരു അധികം മെയിൻ്റെനൻസ് ഒന്നും വരാതിരിക്കാനുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലച്ച് നമ്മൾ സെറ്റ് ചെയ്ത ശേഷം അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമ്മൾ ഒരു ക്ലയൻറ്റിനോടൊന്ന് ചോദിച്ചു നോക്കാം. ക്ലച്ച് എങ്ങനെ ഉണ്ടെന്നുള്ളത്. എങ്ങനെയുണ്ട് സച്ചു, ഇതിൻ്റെ ക്ലച്ച് എങ്ങനെയുണ്ട്? ഇപ്പോൾ എങ്ങനെയാണ് ഉപയോഗം? വല്ല സ്റ്റെപ്പോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കറക്റ്റ് പറയണം കേട്ടോ. ക്ലച്ച് നല്ല സ്മൂത്താണ്. ആക്സിലേറ്റർ എടുക്കണമായിട്ടാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട്. വളരെ വളരെ കാല് തൊടുമ്പോഴേക്കും ഉള്ളിലേക്ക് പോകുന്നില്ലേ? ക്ലച്ച് ചവിട്ടാൻ പറ്റുന്നില്ല? വേദനിക്കുന്നില്ലല്ലോ? സ്റ്റെപ്പുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുമ്പോൾ വരുന്നുണ്ടോ? ഒരു ദൂരം വളരെ സ്മൂത്ത് അല്ലേ? കറക്റ്റ് ആണല്ലേ? കാല് വേദന എടുക്കില്ലല്ലോ? അതെ. ഇതുപോലെ നന്നായിട്ട് റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ഷവർലെറ്റ് ബി ഡീസൽ. അത്രയും മോശമുള്ള ഒരു സംഭവമല്ല ഇത്. പക്ഷേ മെയിൻ്റെനൻസിന്റെ ഒരു കുറവുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ നാശമായി പോയത്. അത് ഇന്നത് മെയിൻ്റെനൻസ് ചെയ്യാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതും കൂടെ അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞൊന്നും. പിന്നെ എല്ലാവരും ബീറ്റ് വാങ്ങിച്ചാൽ പെട്ടുപോയി എന്നൊക്കെ പറയും. അത് സർവീസ് അറിയാത്തതുകൊണ്ടാണ് അത് ഈ പെട്ടുപോയി എന്നുള്ള ഒരു അനുഭവം പറഞ്ഞത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ സിറ്റിന്റെ സെയിം എഞ്ചിൻ തന്നെ അതിനകത്ത് വരുന്നത്. ഒരു സിലിണ്ടർ എന്നുള്ളൊരു വ്യത്യാസം മാത്രമല്ല. സോഫ്റ്റ്വെയർ കുറച്ച് കടുകട്ടിയാണ്. അപ്പം അത് അതുമായി ബന്ധപ്പെട്ട ഒരു അറിവുള്ള ഒരാൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ശരിയാക്കി എടുക്കാം. അപ്പോൾ 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഓടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആൾട്ടർ ചെയ്യുന്നല്ല ഈ ഫിസിക്കൽ കൺവേർട്ട് ചെയ്ത് കൊടുത്ത വണ്ടികളൊക്കെ ഒരു 3 ലക്ഷം 3.5 4 ലക്ഷം കിലോമീറ്റർ ഓടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കും. ഇത് സർവീസ് ചെയ്യുന്നത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ വലിയ വഴിയിലൊന്നും എന്നുള്ള പ്രശ്നമൊന്നും വരില്ല. ഈ ക്ലച്ച് പോകുന്നത് തന്നെ ഈ ബ്രേക്ക് ഒരു 30,000 കിലോമീറ്ററിൽ മാറ്റാം. ബ്രേക്ക് ഓയിൽ ഇതിൽ കാണുന്ന ബ്രേക്ക് ഓയിൽ ഇപ്പോൾ ഗ്രേഡ് നോക്കി വൈറ്റ് കളറായിരിക്കും. മറ്റേ ബ്ലാക്ക് ആണ് ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാതെ. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീകംപ്രഷൻ ഇല്ല. ഡീകംപ്രഷൻ എന്ന സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡീകംപ്രഷൻ അടിക്കായിരുന്നു. അത് നമ്മൾ ഇതിന് കമ്പനി കൊടുത്ത സി സി ഫിൽറ്റർ മാറിയാൽ പോലും അത് എഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഗിറ്റാറിൻ്റെ ഈ സി സി ഫിൽറ്റർ കൊടുത്തത്. അപ്പോൾ ഇത് എല്ലാ ആളുകളും ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. പൊളിക്കാൻ കൊടുക്കാൻ സ്ക്രാപ്പ് മാർക്കറ്റിൽ ഇങ്ങനെ കിടക്കണ കാണാം. ഇതിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവം റിപ്പയർ അറിയാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ മെക്കാനിക്കൽ ക്ലാസിൻ്റെ ഈ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോകണം. പുതിയൊരു വീഡിയോ നമുക്ക് കിട്ടും.